ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന്. നമുക്കിന്ന് വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിലെ 6-ാം തിരുവചനത്തിലോ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷം 2026 നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ വർഷത്തിലുടനീളം നമുക്കുണ്ടായിരുന്ന വീഴ്ചകൾ അതിനെ കൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്ന് ഈ വർഷം നമ്മൾ ചെയ്തു തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. റോമക്കാരുടെ ദേവന്മാരിൽ ഒരാളായിരുന്നു ജാനസ്. ഈ ദേവന്റെ പേരിൽ നിന്നാണ് ആദ്യത്തെ മാസത്തിൽ ജനുവരി എന്ന പേര് ലഭിച്ചത്. ജാനസ് ദേവന് 2 തലകൾ ഉണ്ടായിരുന്നു എന്നാണ് കഥ പറയുന്നത്. ഒന്ന് മുന്നിലേക്കും മറ്റൊന്ന് പിന്നിലേക്കും തിരിഞ്ഞിരിക്കുന്നു. തൽഫലമായി മുന്നിലേക്കും പിന്നിലേക്കും ഒരേ സമയം നോക്കുവാൻ ജാനസിന് കഴിയുമായിരുന്നു. ഓരോ പുതുവർഷം ആരംഭവും ഒരേ സമയം മുന്നിലേക്കും പിന്നിലേക്കും നോക്കേണ്ട സമയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. പക്ഷേ എപ്പോഴും പിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവർ പഴയ നിയമത്തിലെ ലോത്തിന്റെ ഭാര്യയെ പോലെ ഉപ്പു തൂണായി പോവും. നോക്കരുത് എന്ന് പറഞ്ഞാൽ നോക്കാതിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകളെ അതേപോലെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. യുക്തിക്ക് പ്രസക്തിയില്ലേ പ്രിയമുള്ളവരെ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും മനസ്സ് വിടർത്താൻ കഴിയാത്തതുകൊണ്ടാണ് അനേകരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ മരണം, ജീവിതത്തിലെ തകർച്ചകൾ, പാപങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, ഇവയെല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ പലരും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പാപം നൽകിയ സന്തോഷങ്ങൾ, ലോകം നൽകിയ അംഗീകാരങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, ഇവയെക്കുറിച്ച് ഓർത്തിരുന്ന് അനേകർ ദുർബലരും ക്രമേണ നിഷ്ക്രിയരുമായി തീരും. ഓരോ നിമിഷവും ദൈവം തരുന്ന അവസരങ്ങളെ ഉപയോഗിക്കാൻ കഴിയാതെ വളർച്ച മുരടിച്ചു പോകുന്ന പാപത്തിലേക്ക് നിരന്തരം വീഴാൻ ഇടവരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തോർത്തിരിക്കൽ. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടും ആഹ്ലാദം ജീവിക്കുന്നതും നമ്മെ തളർത്തുകയും നിഷ്ക്രിയതയിലേക്ക് നമ്മളെ ഓരോ വ്യക്തിയെയും തള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ദൈവഹിതത്തിൽ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം. ഉന്നതമായ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അത് കഠിനമായി അധ്വാനിക്കാനും പ്രാർത്ഥിക്കാനും നമ്മെ സഹായിക്കുന്നിടത്തോളം മാത്രമേ നന്മയായിട്ട് ഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നന്മയായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പ്രാർത്ഥനയിൽ നിന്നും കഠിനമായ അധ്വാനത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന ആശകളും സ്വപ്നങ്ങളും ജീവിതത്തെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ എന്നേക്കുമായിട്ട് തകർത്ത് കളയും. ഭൂതകാലത്തിലും ഭാവി കാലത്തിലുമെല്ലാം നാം ജീവിക്കേണ്ടത്, ഇന്ന് പലരും ജീവിക്കുന്നത് അത് തന്നെയാണ്. ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ജീവിക്കുന്നു. പ്രസന്റ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതം എന്നേക്കുമായിട്ട് വിസ്മരിക്കും. നമ്മൾ ജീവിക്കേണ്ടത് വർത്തമാന കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിലാണ് ജീവിക്കേണ്ടത്. ദൈവം തരുന്ന ഓരോ നിമിഷത്തിലുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിന്റെ പ്രത്യേകതയും ശക്തിയും. കഴിഞ്ഞ വർഷം തകർച്ചയുടെയും പരാജയത്തിൻ്റെതുമായിരുന്നോ? ആത്മശോധന ചെയ്യുക. ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കാതെ ആഗ്രഹിച്ചൊന്നും നേടാൻ കഴിയാത്തവർക്ക് എന്തായിരുന്നു സംഭവങ്ങൾ എന്ന് ചിന്തിക്കുക.
രോഗവും ദാരിദ്ര്യവും കുടുംബസമാധാനമില്ലായ്മയും സന്തോഷം ചോർത്തിയെടുത്ത വർഷം ഇവയെല്ലാം തളർത്തി കളഞ്ഞ മനസ്സുമായിരിക്കാം നാം ഒരുപക്ഷെ ഈ പുതിയ വർഷത്തിൽ 2026 പ്രവേശിച്ചത്. പുതിയ വർഷത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നത് അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇനിയും എന്തോ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് കടന്നു വരികയില്ലായിരുന്നു. അതിനാൽ സന്തോഷിക്കുക. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്കിനി ഉയരാൻ പറ്റില്ല, നന്നാവാൻ കഴിയില്ല തുടങ്ങിയ ചിന്തകൾ തള്ളിക്കളയാതിരിക്കുക. നന്നാവുക എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല അർത്ഥം എന്നുള്ളതിന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ദുർബലരായിരിക്കാം, എന്നാൽ അവിടുന്ന് സർവശക്തനാണ്. നിങ്ങൾ മരിച്ചവരായിരിക്കാം, എന്നാൽ അവിടുന്ന് ജീവൻ നൽകുന്നവനാണ്. നിങ്ങൾ തകർന്നവരാണോ, അവിടുന്ന് ഉയർത്ത് നൽകുന്നവനാണ്. ധൈര്യമായി ഈ പുതിയ വർഷം ആരംഭിക്കുക. വരുന്ന നാളുകളിൽ കർത്താവിനോടൊപ്പം ജീവിക്കുക. നിങ്ങളുടെ ഭാവി അവിടുത്തെ കരങ്ങളിൽ എന്നെന്നും സുരക്ഷിതമായിരിക്കുന്ന അടിയുറച്ച് വിശ്വസിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹയുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ വരച്ചിടുക. നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഒന്നിനെയും കുറിച്ചും ഭയപ്പെടേണ്ട. ഞാൻ കഴിഞ്ഞ മാസം ഡിസംബറിൽ പറഞ്ഞിരുന്നു, പലയിടത്തും ഏറ്റവും വചനത്തിൽ പറയുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ദൈവം 365 പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഉത്കണ്ഠ വേണ്ട, എല്ലാം ദൈവം നോക്കിക്കൊള്ളും. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളുടെ ഒപ്പം തന്നെ കൂടെയുണ്ട്. പക്ഷേ ഉപാധികൾ ദൈവം തരുന്ന കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് അനുസരണപ്പെട്ട് അവനോടൊപ്പം ആയിരിക്കുവാൻ ശ്രമിക്കുക. ഈ പുതുവർഷത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വർഷം ദൈവമേ, കഴിഞ്ഞതെല്ലാം മറക്കുവാനും പ്രത്യാശയോടെ ഭാവിയിലേക്ക് ഈ വർഷത്തിലേക്ക് നോക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. എത്ര തകർന്ന ജീവിതത്തെയും പുനരുദ്ധരിക്കുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ. ഞങ്ങളുടെ ഭാവി അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. സാഹചര്യങ്ങൾ എന്നെ ഭയപ്പെടുത്തുമ്പോഴും സാഹചര്യങ്ങൾക്ക് അതീതനായ അവിടുത്തെ കരുണയിൽ ഞങ്ങളിതാ ശരണപ്പെടുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിതരാകുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈ പുതുവർഷം മുഴുവൻ ഞങ്ങൾക്ക് ആശ്രയമായി അങ്ങ് തീരണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളും എല്ലാം തന്നെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഭാരം ഏൽപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.